അത് മാധവ. താനൊന്നും പറയണ്ട. എടോ, താൻ ഒരാള് കാരണമാ ഞാൻ വർക്ക്ഷോപ്പ് തുടങ്ങിയതും വസ്തു വാങ്ങിയതും വീട് വെക്കാൻ തീരുമാനിച്ചതും ഒക്കെ. എത്ര ലക്ഷം രൂപയാടോ താൻ എന്നെ സഹായിച്ചത്. എന്നിട്ടും താൻ ആ കല്ലടി ചടങ്ങിന് വരാറുന്നത് മോശമായി പോയി. സോറി, എനിക്ക് എത്താൻ പറ്റിയില്ല. താനതങ്ങ് ക്ഷമിച്ചു കളാം. അല്ല, താനിപ്പോ ഈ വഴിക്ക് അങ്ങോട്ടാ? ഞാൻ മാധവനെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു. ഇപ്പൊ എന്തായാലും കണ്ടത് നന്നായി. ഇവിടെ വെച്ചെന്റെ കാര്യം പറഞ്ഞേക്കാം. മരുമോൻ ഗൾഫ് മതിയാക്കി മടങ്ങി വന്നിരിക്കുകയാണ്. 10-15 കൊല്ലം അവിടെ ആയിരുന്നല്ലോ, മടുത്ത് കാണും. നല്ല കാര്യമാടോ. നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് നടത്തിയാല് ഇപ്പൊ സുഖമായിട്ട് ജീവിക്കാവല്ലോ. അല്ലേലും ഈ സ്വദേശിവൽക്കരണമൊക്കെ വന്ന ശേഷം ഗൾഫ് ജീവിതമൊക്കെ ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് ഇപ്പൊ യുദ്ധവും. അതെ, താൻ പറഞ്ഞ പോലെ ഇവിടെ എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാനാണ് അവന്റെ പരിപാടി. 2-3 ബിസിനസ്സുകളൊക്കെ അവന്റെ മനസ്സിലുണ്ട്. എല്ലാം നന്നായിട്ട് നടക്കും. അല്ല, മോൾക്ക് വല്ല വിശേഷവും? ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതുകൂടി കൊണ്ട് അവൻ ഗൾഫ് ജീവിതം മതിയാക്കി വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 10-12 കൊല്ലം കഴിഞ്ഞില്ലേ? എല്ലാം ശരിയാവൂടോ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ചന്ദ്രിയോട് പറഞ്ഞേക്ക് തിരക്കായതുകൊണ്ടാണ് വരാൻ കഴിയാത്തതെന്ന്. പിന്നെ മരുമോൻ കൊണ്ടുവന്നൊരു കുപ്പി വണ്ടിക്കകത്തിരിപ്പുണ്ട്. എന്താ അമ്മേ, ഇന്നെന്താ പ്രത്യേകത? പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എല്ലാം അമ്മ ഉണ്ടാക്കിയതാണോ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടമ്മേ. അമ്മ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് സഹായിക്കുമായിരുന്നല്ലോ. ഞാൻ നിന്റെ ഫോണിൽ വിളിച്ചിരുന്നു. ജിതേന്ദ്ര ഫോൺ എടുത്തല്ലോ. അവൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ലമ്മേ, പറഞ്ഞില്ല. ഞാൻ കുളിക്കുമ്പോഴെങ്ങാനും ആയിരിക്കും വിളിച്ചത്. ഈ ജിതേട്ടന് ഒരു കാര്യം. പാവ അമ്മ ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. ആവശ്യമുള്ള സമയത്ത് ജോലിക്കാരി വരത്തുമില്ല. അത് സാരമില്ല. അല്ലെങ്കിൽ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു കൈ തന്നെ പെരുമാറണമെന്നാ ഈ പാചക പ്രശസ്തരൊക്കെ പറയുന്നത്. എന്നാലേ അതിന്റെ ശരിയായ പാകവും രുചിയൊക്കെ കിട്ടുള്ളെന്ന്. അച്ചപ്പത്തിന് ലേശം മുരിവ് കൂടിയോന്നൊരു സംശയം. ഏയ്, കൃത്യം തന്നെ. ഒരണുവിട അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അല്ലെങ്കിലും അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യ. അല്ലമ്മേ, ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതിരിക്കുവോ? അതിന് ഇത് ഇവിടെ വെച്ച് സൂക്ഷിക്കാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. പിന്നെ ഇപ്പൊ കടയിൽ നിന്ന് നമ്മളൊരു പലഹാരം വാങ്ങിച്ച അത് വാങ്ങി വെക്കാൻ കൊള്ളുവോ? നീ ഈ മൊബൈലിലൊക്കെ കണ്ടില്ലേ കരിയോൽ ഉപയോഗിച്ച പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന്? ഓ, കാലത്തിന്റെയൊക്കെ ഒരു പോക്കേ. അതെങ്ങാണം വാങ്ങിക്കൊടുത്ത വിഷം കൊടുക്കുന്നതിന് തുല്യോ. അതാ ശുദ്ധമായ വെളിച്ചെണ്ണയില് ഞാൻ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചത്. നീ എന്താടി ഇങ്ങനെ ഉണ്ടക്കണ്ണും വിളിച്ചോണ്ട് നോക്കി നിൽക്കുന്നത്? ഇതേ ഈ വീട്ടിലെ ഗർഭിണിക്ക് കൊണ്ട് കൊടുക്കാനാ, എന്റെ ഹരിതമോൾക്ക്. എന്നാ ഞാൻ ബാക്കിയും കൂടെ ഉണ്ടാക്കട്ടെ. അയ്യോ, അമ്മ പറഞ്ഞപ്പോഴാ ഞാൻ ആലോചിച്ചത്. ജിതേട്ടനൊരു മെയിൽ അയക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ദേ വരുന്നമ്മേ. ശരി, ഇപ്പൊ ശരിയാക്കി തരാം. എന്താ അമ്മേ, ഇന്നെന്താ പ്രത്യേകത? പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എല്ലാം അമ്മ ഉണ്ടാക്കിയതാണോ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടമ്മേ. അമ്മ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് സഹായിക്കുമായിരുന്നല്ലോ. ഞാൻ നിന്റെ ഫോണിൽ വിളിച്ചിരുന്നു. ജിതേന്ദ്ര ഫോൺ എടുത്തല്ലോ. അവൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ലമ്മേ, പറഞ്ഞില്ല. ഞാൻ കുളിക്കുമ്പോഴെങ്ങാനും ആയിരിക്കും വിളിച്ചത്. ഈ ജിതേട്ടന് ഒരു കാര്യം. പാവ അമ്മ
ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. ആവശ്യമുള്ള സമയത്ത് ജോലിക്കാരി വരത്തുമില്ല. അത് സാരമില്ല. അല്ലെങ്കിൽ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു കൈ തന്നെ പെരുമാറണമെന്നാ ഈ പാചക പ്രശസ്തരൊക്കെ പറയുന്നത്. എന്നാലേ അതിന്റെ ശരിയായ പാകവും രുചിയൊക്കെ കിട്ടുള്ളെന്ന്. അച്ചപ്പത്തിന് ലേശം മുരിവ് കൂടിയോന്നൊരു സംശയം. ഏയ്, കൃത്യം തന്നെ. ഒരണുവിട അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അല്ലെങ്കിലും അമ്മയ്ക്ക് നല്ല കൈപുണ്യം. അല്ലമ്മേ, ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതിരിക്കുവോ? അതിന് ഇത് ഇവിടെ വെച്ച് സൂക്ഷിക്കാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. പിന്നെ ഇപ്പൊ കടയിൽ നിന്ന് നമ്മളൊരു പലഹാരം വാങ്ങിച്ച അത് വാങ്ങി വെക്കാൻ കൊള്ളുവോ? നീ ഈ മൊബൈലിലൊക്കെ കണ്ടില്ലേ കരിയോൽ ഉപയോഗിച്ച പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഓ, കാലത്തിന്റെയൊക്കെ ഒരു പോക്കേ. അതെങ്ങാണം വാങ്ങിക്കൊടുത്ത വിഷം കൊടുക്കുന്നതിന് തുല്യോ. അതാ ശുദ്ധമായ വെളിച്ചെണ്ണയില് ഞാൻ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചത്. നീ എന്താടി ഇങ്ങനെ ഉണ്ടക്കണ്ണും വിളിച്ചോണ്ട് നോക്കി നിൽക്കുന്നത്? ഇതേ ഈ വീട്ടിലെ ഗർഭിണിക്ക് കൊണ്ട് കൊടുക്കാനാ, എന്റെ ഹരിതമോൾക്ക്. എന്നാ ഞാൻ ബാക്കിയും കൂടെ ഉണ്ടാക്കട്ടെ. അയ്യോ, അമ്മ പറഞ്ഞപ്പോഴാ ഞാൻ ആലോചിച്ചത്. ജിതേട്ടനൊരു മെയിൽ അയക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ദേ വരുന്നമ്മേ. ശരി, ഇപ്പൊ ശരിയാക്കി തരാം.